പുടിനും ട്രംപും തമ്മിൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് അലാസ്കയിൽ വെച്ചിട്ട്. ഓപ്പറേഷൻ ക്ഷമിക്കണം, നമ്മുടെ ഈ യുക്രൈനിലെ യുദ്ധം തന്നെയായിരിക്കും പ്രധാനമായ ചർച്ചാ വിഷയം. അപ്പോൾ അവിടെ ഈ യുദ്ധം നിർത്തുക എന്നുള്ളത് ഒരു ആവശ്യമാണ്, രണ്ട് കൂട്ടരുടെ ആവശ്യമാണ്. പുടിന് തുടർന്നു കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല. പുടിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ അവർ പിടിച്ചടക്കിയ 5 പ്രവിശ്യകളുണ്ട് യുക്രൈനിൽ, 4+1 5 ഈ 5 പ്രവിശ്യകൾ റഷ്യക്ക് വേണം. കാരണം അത് അവരുടെ രാജ്യത്തിൻ്റെ തന്നെ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി അവർക്ക് 5 പ്രവിശ്യകൾ കിട്ടിയേ മതിയാവും, റഷ്യയുടെ ഭാഗമാക്കണം. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ് പുടിൻ്റെ നിലപാട്. ട്രംപിന് ഇങ്ങനെ കൊടുത്തിട്ടാണെങ്കിലും ഇത് കഴിച്ചിലാക്കണം. കാരണം നോബൽ പ്രൈസ്, സമാധാനത്തിന്റെ നോബൽ പ്രൈസ് പിടിച്ചെടുക്കണം. അപ്പൊ ഇത് നിർത്തിയ ആൾ എന്ന് പറഞ്ഞ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പിന്നെ പഠിക്കാം. യുക്രൈൻ യുദ്ധം നിർത്തിയതാര്? ട്രംപ്, ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ പിള്ളേർ പഠിച്ചുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാം, സ്വപ്നം. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ സെലൻസ്കി ഇല്ല. അതായത് രാജ്യത്തിന്റെ തലവനില്ല. അതായത് നമ്മളിത് എങ്ങനെയാന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ പ്രദേശമുണ്ട് അക്സായ് ചിഹ്നം ലഡാക്കില്, അത് ചൈന പിടിച്ചടക്കുകയാണ്. ചൈന പിടിച്ചടക്കി അവിടെ ഈ പറയുന്ന ഹൈവേ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ചർച്ചയ്ക്ക് ചൈനീസ് പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ്ങും ട്രംപും മാത്രം പോകുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കാതെ പോകുന്നതെന്ന് ആലോചിച്ചു. അതുപോലത്തെ ഒരു അപമാനമാണ് സെലൻസ്കിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ ചർച്ച കൊണ്ട് യുദ്ധം അവസാനിക്കുമോ? അവസാനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സെലൻസ്കി ഇടഞ്ഞിട്ടുണ്ട്. സെലൻസ്കിയെ വിളിക്കാതെ, കാരണം എത്ര ചെറിയ രാജ്യമായിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. അങ്ങനെ ഒരു നാഥനില്ല കളരിയല്ല, അവിടെ ഒരു നാഥനുണ്ട്, കേപ്പബിൾ അല്ല എന്നുള്ളത് മാത്രമാണ്. പലരുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങി ഈ ഒരു അവസ്ഥയിലേക്ക് ആ നാടിനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മൂപ്പരെ വിളിക്കാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഇത് ഡീലാക്കിക്കോളാം, നിങ്ങളത് പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ, സെലൻസ്കി ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും ഒരാൾക്കുണ്ടാകാവുന്ന എല്ലാ എന്താ പറയുക, ഒരു ദേഷ്യവും ഒക്കെ ഉണ്ടാകാം, എല്ലാം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സെലൻസ്കി പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ സെലൻസ്കിയെ വിളിക്കാതെ ഈ ഒരു ചർച്ച നടത്തുമ്പോൾ സെലൻസ്കി സ്വാഭാവികമായിട്ടും ഇടയും. അതിപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യം പരിഹരിക്കാനായിട്ട് നമ്മളെ വിളിക്കാതെ മറ്റു 2 പേര് സംസാരിക്കുകയാണ്. ആർക്കാണ്? കുടുംബനാഥൻ എന്നുള്ള വിഷയം. അവര് കണ്ടോട്ടെ, അവര് മറ്റുള്ള അവരുടെ വിഷയം സംസാരിച്ചോട്ടെ. അങ്ങനെയല്ല, അവര് കണ്ടിട്ട് നമ്മുടെ വിഷയം സംസാരിക്കണം. നമ്മൾ ഇപ്പം എന്താ പറയാ, ഈ ചില വീട്ടിൽ അറിയാം, പെണ്ണറിയൂല, പെണ്ണിന്റെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും കൂടെ കല്യാണമൊക്കെ ഉറപ്പിക്കും, പെണ്ണറിയില്ല, അവളുടെ കല്യാണമാണ് നടത്തുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ സെലൻസ്കിയുടെ രാജ്യത്തിന്റെ കാര്യമാണ്. പക്ഷെ തീരുമാനിക്കുന്ന പുടിനും ട്രംപുമാണ്. അപ്പോൾ പുടിൻ പറഞ്ഞിട്ടുണ്ട് പല ഭൂപ്രവിശ്യകളും, അത് കിഴക്കൻ യുക്രൈന്റെ പല ഭാഗങ്ങളും ഇവരുടെ കയ്യിലാണ്, റഷ്യയുടെ കയ്യിലാണ്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ പറയുന്ന മറ്റ് ഡൊണസ്ക്, ലുഹാൻസ്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പ്രവിശ്യകളും കൂടി ഇവർക്ക് വേണം എന്നുള്ളത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നുണ്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടി വരും. അതായത് അവർ പറയുന്നതനുസരിച്ചിട്ട് പുടിൻ പറഞ്ഞിട്ടുള്ള ഈ പ്രവിശ്യ കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ട്രംപിന് ബോധ്യം വന്നിട്ടുണ്ടാകാം പുടിൻ അയയാനുള്ള സാധ്യതയില്ല, പുടിനോട് മത്സരിച്ച് നിന്നതുകൊണ്ട് നേട്ടമില്ല, അതങ്ങ് തീരട്ടെ. കാരണം പുള്ളിയുടെ രാജ്യമല്ലല്ലോ, അല്ല ട്രംപിന്റെ രാജ്യമല്ലല്ലോ അത്. അതെ, അതുകൊണ്ട് അങ്ങനെ പറയാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതല്ലാതെ കീരിയും പാമ്പും പോലെ നിന്നിരുന്ന 2 പേർ ഒരു മേശക്കരികിലേക്ക് ഒരു ചർച്ചയുമായി വരുമ്പോൾ അതിനു മുൻപ് വിറ്റ്കോഫ് പോയി അവിടെ സംസാരിച്ചിട്ടുള്ളതും ഇത്തരം കാര്യങ്ങളായിരിക്കും. അപ്പോൾ പുടിൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വെടിനിർത്തൽ ഞങ്ങൾ സമ്മതിക്കാം. ഇപ്പൊ നെതന്യാഹു നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അസിം മുനീർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും പുടിനെ കൊണ്ട് പറയും, അച്ചായ ഒന്ന് പറഞ്ഞേരെ എനിക്ക് നോബൽ പ്രൈസ് തരണമെന്ന്, ഞാനിത് തീർത്തു തന്നതല്ലേ എന്ന് നാണം കെട്ട് ട്രംപ് പറയും. ട്രംപിന് നാണക്കേട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതൊരു വിഷയമേ അല്ല. അപ്പോൾ ട്രംപ് അതും പറയും. അപ്പൊ അതിനു വേണ്ടി സെലൻസ്കിയെ എടുത്ത് അറക്കാൻ കൊടുക്കുന്ന ഒരവസ്ഥയാണ്.
സെലൻസ്കി ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, സെലൻസ്കി എതിർത്താൽ അവിടെ എന്ത് സംഭവിക്കും? നോബൽ പ്രൈസിന്റെ വില പോലും ഇല്ലാടാ എനിക്ക് എന്ന് സെലൻസ്കി എന്റെ ജീവന് സെലൻസ്കി ചോദിക്കുന്നില്ല എന്റെ ജീവന് നോബൽ പ്രൈസിന്റെ വിലയുള്ളതാ എന്ന് അത് ചോദിക്കും. ശരിയാണ്. പക്ഷെ ട്രംപിന് അത് മാത്രമാണ് ഇപ്പൊ ഒരു, ഇനി അങ്ങേർക്കൊരു ജീവിതം ഇല്ലെന്നേ, അങ്ങേര് തീർന്ന്. അല്ല, ഇനി മത്സരിക്കാനും പറ്റൂല. അതുമല്ല, ആയുസൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇനി കാലം അത് നമ്മൾ പറയുമ്പോൾ അപ്പൊ പറയും നമ്മുടെ മോദിയുടെ കാര്യം പറയും. പക്ഷെ മോദിയുടെ ജീവിതശൈലിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ആ ഒരു രീതിയല്ല ഇവരുടേത്. ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തനാണ് മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി. അത് മറ്റു പല കാര്യങ്ങളും കൂടി കൊണ്ടാണ്. അത് വേറെ തന്നെ ഒരു വിഷയമാണ്. പക്ഷെ ഈ പറയുന്ന ട്രംപിന് പല അസുഖങ്ങളുമുണ്ട്. ട്രംപിന്റെ കാല് നീര് വെക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുക കൂടി ചെയ്യുന്നുണ്ട്. ഏത് സമയം എന്തോ സംഭവിക്കാന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യന്റെ കാര്യം നിന്ന ഇപ്പൊ തീരാം. അപ്പൊ അതിനു മുമ്പ് ഈ നൊബേൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നെഞ്ചത്ത് വെച്ചിട്ട് പോവാലോ എന്നുള്ളൊരു ആശ മൂപ്പർക്കുണ്ട്. അപ്പൊ അതിനു വേണ്ടി അവസാനത്തെ കളിപ്പാട്ടം അതിനു വേണ്ടിയിട്ട് സെലൻസ്കിയെ കുരുതി കൊടുക്കും. ഇപ്പൊ സെലൻസ്കി ഉടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? പുടിന് അത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. പുടിൻ വിട്ടുകൊടുക്കുകയുമില്ല. സ്വാഭാവികമായും അത് ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളല്ലേ ഉള്ളൂ. അതല്ലാതെ പുടിൻ ശരി, സെലൻസ്കി പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പുടിന്റെ വായിന്ന് ഒരു വാക്ക് വീഴില്ല. ഇതിനകം തന്നെ ഇത് സമ്മതിച്ചില്ലെങ്കിൽ എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ വരെ ഇവര് വിറ്റ്കോഫുമായി സംസാരിച്ച് ഡീലിംഗിൽ എത്തിയതിനു ശേഷമാണ് ഈ ഒരു ചർച്ചയ്ക്ക് പോലും ഒരുങ്ങുന്നത്. അപ്പൊ അവിടെ രണ്ട് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് വന്നിട്ട് ഔദ്യോഗികമായ ഒരു ചർച്ച എന്നുള്ള രീതിയിലേക്ക് മാത്രമേ ആ ഒരു മീറ്റിംഗ് പോവുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ധാരണയായിരിക്കും. ഈ ഒപ്പിടാൻ ചെല്ലുന്നതിന് മുമ്പ് നയതന്ത്ര പ്രതിനിധികളും ഒക്കെ പോയി സംസാരിച്ച് കാര്യങ്ങളിലെല്ലാം തീരുമാനമാക്കും. പിന്നീട് പ്രധാനമന്ത്രിമാരായിക്കോട്ടെ പ്രസിഡന്റുമാരായിക്കോട്ടെ അവിടെ ചെല്ലുന്നത് ഒപ്പുവെക്കാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ ഇടയിൽ മറ്റു ചില വിഷയങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് അവിടെ ഇടും. അതിലെന്തെങ്കിലും നടപടിയാകോ തീരുമാനമാകോ എന്ന് നോക്കും. അതേ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതായത് യുക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പുടിനും ട്രംപും എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അവിടെ നടപ്പാക്കും. അത് പരമാവധി എങ്ങനെയെങ്കിലും യുക്രൈനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഇത് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കും. കാരണം നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ഇല്ലെങ്കിൽ യുക്രൈന് ആയുധങ്ങളുമില്ല, ഫണ്ടുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ തന്നെ അവിടെ വളരെ പൊറുതിമുട്ടൽ ആയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം പോലും. റഷ്യക്ക് എത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ആ കൊച്ചു രാജ്യത്തിനും ഉണ്ടാകില്ലേ? ആ കൊച്ചു രാജ്യത്തിന്റെ ബുദ്ധിമുട്ടുകളെ എതിർത്തുകൊണ്ട് സെലൻസ്കിക്ക് പോകാൻ പറ്റില്ല. സെലൻസ്കി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള ജനങ്ങൾ കൂടി സെലൻസ്കിക്ക് എതിരെയും വരും. ഇനിയിപ്പോ ഈ ഒരു റഷ്യയുടെ ഭാഗമല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അതുമാണല്ലോ. ഇവര് 91-ലാണ് സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്നത്. അപ്പോൾ അതിനു മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു യുക്രൈൻ എന്ന് പറയുന്നത്. റഷ്യ, പോളണ്ട്, ബെലാറസ്, ഹംഗറി, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള ഒരു കരിങ്കടൽ തീര രാഷ്ട്രമായിരുന്നു 9-ാം ശതകം വരെ ഈ യുക്രൈൻ എന്ന് പറയാം. അന്ന് കീവൻ റഷ്യ എന്നാണ് ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത്. നാടോടി കൂട്ടങ്ങളായിരുന്നു എന്നാണ് രേഖകളിൽ പറയുന്നത്. വലിപ്പമുള്ള രാജ്യമായിരുന്നുകൊണ്ട് നിരവധി ഗോത്ര നേതാക്കൾ അവരുടെ അവകാശം സ്ഥാപിച്ച് അവരുടേതായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുമായിട്ട് ഇതിലേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ സമ്പന്നമായ മേഖലകൾ കൈയടക്കാൻ അതിർത്തി രാജ്യങ്ങൾ തയ്യാറായതോടുകൂടി ഇത് യൂറോപ്പിലെ സ്ഥിരം സംഘർഷബാധിതമായിട്ടുള്ള ഒരു പ്രദേശമായി മാറുകയാണ്. പോളണ്ടിനെ അനുസ്മരിപ്പിക്കും വിധം കാർഷിക മേഖലയിൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയതും ഈ യുക്രൈനികളായിരുന്നു. അവര് അധ്വാനശീലരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കാർഷിക മേഖല എന്ന് പറയുന്ന അധ്വാനമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളത് കൂടിയാണ്. അപ്പോൾ 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് ശൈലിയിലേക്ക് ക്ഷണം ഉണ്ടായെങ്കിലും 1922 അവർ സോവിയറ്റ് യൂണിയന്റെ അംഗീകൃത ഭാഗമാകുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം 91 വീണ്ടും സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയാണ്. എന്നിട്ടും റഷ്യൻ ചായ്വ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ 2005 ഓറഞ്ച് വിപ്ലവത്തെ തുടർന്ന് അമേരിക്കൻ ചേരിയിലേക്ക് കൂറുമാറുകയാണ് ഉണ്ടായത്. യുക്രൈന് റഷ്യയുടെ ഭാഗമായിരുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ഭാഗമായിരുന്നതാണ്. സ്വാഭാവികമായും അത് വീണ്ടും റഷ്യയിലേക്ക് വന്നു ചേരുന്നു. റഷ്യൻ ഭൂപ്രകൃതി അത് വർദ്ധിക്കുന്നു. ആ രാജ്യത്തിന്റെ അതിർത്തി
കൂടുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ റഷ്യയെ സംബന്ധിച്ച് നഷ്ടം വരാനില്ല. യുക്രൈനെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ നഷ്ടം ആണ് എന്നും പറയാൻ പറ്റില്ല, അല്ല എന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെ സെലൻസ്കി എതിർത്ത് നിൽക്കുകയും ചർച്ച അലസിപ്പിരിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സർവനാശത്തിനുള്ള സാധ്യതകളാണ്. കാരണം പിന്നെ കണ്ണും പൂട്ടി അടിക്കാൻ റഷ്യ ഈ പറയുന്ന പുടിനും ട്രംപും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി അടിക്കാൻ പറയും. കാരണം ട്രംപിനെ സംബന്ധിച്ച് തന്നെ നിഷേധിച്ചു എന്നുള്ള ഒരു കെറിവ് സെലൻസ്കിയോട് ഉണ്ടാവുക കൂടി ചെയ്യും. അതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ ഉണ്ടാകും. പക്ഷെ ഈ സെലൻസ്കിയെ നയപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൂടുതലായി നടക്കും. നൊബേൽ പ്രൈസ് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ സെലൻസ്കി അടങ്ങിയില്ലെങ്കിൽ അതൊരു വലിയ രീതിയിലേക്ക് പോകും. ഇതുവരെയും പിടിച്ചു നിന്നത്, സൈനിക നടപടിയാക്കി മാത്രം നിലനിന്നത് തങ്ങളുടെ ആളുകൾ കൂടി അവിടെ ഉണ്ട് എന്നുള്ള ഒരു കരുതലിന്റെ പുറത്തുകൂടിയാണ്. അതല്ലെങ്കിൽ റഷ്യയെ സംബന്ധിച്ച് ഈ ഒരു രാജ്യം പിടിച്ചടക്കാൻ ഇത്രയും നാള് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം.